ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു സത്യം പറഞ്ഞു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് സംഭവിക്കോ? ഉണ്ടല്ലേ? എനിക്ക് മുൻചേട്ടനെ കണ്ടപ്പോൾ ഉഷൂന്നായിപ്പോ എനിക്ക് ഭയങ്കര ആരാധന, നമുക്ക് ഭയങ്കര അഡ്മിറേഷൻ ഒക്കെ തോന്നില്ലേ ചില ആൾക്കാര്. അതായത് ഞാനൊരു ഇവന്റ് ഹോസ്റ്റ് ചെയ്യാൻ പോയതായിരുന്നു. മുൻചേട്ടൻ ഇവന്റ് ഹോസ്റ്റ് ചെയ്യാൻ വന്നു. അപ്പൊ എന്റെ ഹോസ്റ്റിംഗ് കണ്ട എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നു മുൻചേട്ടൻ്റെ ഹോസ്റ്റിംഗ് കാണുമ്പോൾ. അപ്പൊ ഞാൻ ഇയാൾ കീഴിടാൻ തന്നെ വിളിച്ചു. അപ്പൊ നമുക്കൊരു മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അന്ന് യാഹു ഐഡിയാണ്. അപ്പൊ യാഹു ഐഡി കണ്ടുപിടിച്ച് മെസ്സേജ് ഒക്കെ അയച്ചിട്ട് നമ്മൾ തുടങ്ങി. ആരപ്പോ ആദ്യം ഇനിഷ്യേറ്റീവ് എടുത്തത്? പുള്ളിയാണോ? ഞാനാണ് ഇനിഷ്യേറ്റീവ്. അത് കഴിഞ്ഞ് പിന്നെ ഐലവിയൊക്കെ പറഞ്ഞു ചേട്ടാട്ടോ. അതൊക്കെ കഴിഞ്ഞ് എനിക്ക് വേറെ കുറെ എനിക്കൊരു പ്രപ്പോസലൊക്കെ വന്നു ഇടയില്. കല്യാണം ഉറപ്പിക്കണ രീതിയിലേക്ക്. അധികം വയസ്സൊന്നും ഇല്ലാതില്ല, പക്ഷെ അതൊക്കെ ഉറപ്പിക്കുന്ന രീതിയിലായപ്പോ ഞങ്ങൾക്ക് പേടി. അങ്ങനെ മുൻചേട്ടൻ അമ്മയെ വിളിച്ച് സംസാരിച്ചു. പിന്നെ അമ്മ കൈയോടെ പിടിച്ചു നേരത്തെ തന്നെ. അങ്ങനെ മുൻചേട്ടൻ്റെ അമ്മയോട് സംസാരിച്ച് വേഗം എൻഗേജ്മെന്റ് ഒക്കെ നടത്തി. അങ്ങനെ പെട്ടെന്ന് ഞങ്ങള് ആലോചിക്കുന്നതിന് മുമ്പ് കല്യാണമൊക്കെ നടന്നു.